കഴിഞ്ഞ ആഴ്ച ഇവിടെ നല്ല മഞ്ഞ് വീഴ്ചയായിരുന്നു. ഞങ്ങൾ താഷ്കന്തിന് കുറച്ച് ദൂരെയുള്ളത്, ഒരു 1000 കിലോമീറ്റർ ഇപ്പുറമാണ്. ഖൊറോസം റീജിയൺ ഭാഗത്ത് എന്നൊക്കെ പറയും, ഭാഗത്ത് ഡിസ്ട്രിക്റ്റാണ്. ഇവിടെ നല്ല മഞ്ഞ് വീഴ്ചയായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം തന്നെ ഇത്ര അധികം മഞ്ഞ് വീഴ്ച ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയാണ് കണ്ടിട്ടുള്ളത്. നല്ല ശക്തമായ മഞ്ഞ് പെയ്തു. അത് ഒരു 2-3-4 ദിവസം അടുപ്പിച്ച് മഞ്ഞ് വീഴ്ച തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ പല ദിവസങ്ങളിലെടുത്ത ഫോട്ടോസ്, പല ദിവസങ്ങളിലെടുത്ത വീഡിയോസ്, അത് ഒന്നിച്ച് ഒരേ സ്ഥലത്തിൻ്റെ തന്നെ വീഡിയോസും ഫോട്ടോസൊക്കെ പല ദിവസങ്ങളിലെടുത്തത് അങ്ങനെ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൽ ചിലപ്പോൾ മഞ്ഞ് വീഴുന്ന ഫോട്ടോസുണ്ട്, അതുപോലെ മഞ്ഞ് വീഴുന്ന വീഡിയോസൊക്കെ ഉണ്ട്. നല്ല രസകരം. മഞ്ഞ് കാലം എന്ന് പറയുമ്പോൾ നല്ല രസമാണ്. നമ്മുടെ നാട്ടിലില്ലാത്തൊരു സാധനം ആയതുകൊണ്ട് നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ആനന്ദമാണ്. നമ്മുടെ നാട്ടിലെ മഴ ഇവർക്ക് അറിയില്ലല്ലോ, അതുപോലെ. അപ്പോൾ നല്ല കാഴ്ചയാണ്. ഇതൊക്കെ തുടക്ക സമയത്തെടുത്ത വീഡിയോസാണ്, ഫോട്ടോസൊക്കെയാണ്. അപ്പോൾ അത്ര മഞ്ഞ് പെയ്തിട്ടില്ലായിരുന്നു. ഒരു ഫസ്റ്റിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയൊക്കെയാണത്. അതിന് ശേഷം പിന്നെ ശക്തമായ മഞ്ഞ് പെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിന് ശേഷം എടുക്കുന്ന വീഡിയോസൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതേ സ്ഥലത്തിൻ്റെ തന്നെ ഇനി ഒരു വീഡിയോ വരുന്നുണ്ട്. അത് നിങ്ങൾ വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റും. കുറച്ചുകൂടെ ഫോട്ടോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ കൂടുതൽ മഞ്ഞ് വേണ്ടിട്ട് എടുക്കുന്നത് കാണാൻ പറ്റും. ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ട്രീറ്റാണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ ടൗണിലേക്ക്, മെയിൻ റോഡിലേക്ക് നടന്ന സമയത്ത് വൈകുന്നേരമാണ്. ഇത് സ്കൂളിൻ്റെ മുറ്റാണ്, യാർഡ്. അപ്പോൾ ഇതാണ് സ്കൂളിലേക്ക് പോകുന്ന വഴിയാണത്. സ്കൂളിൻ്റെ ഈ 2 സൈഡിലും മരങ്ങളും ഒരു നല്ല രീതിയിലൊക്കെ സംഭവമൊക്കെ ഉണ്ട്. ഒരുപാട് മരങ്ങളും ചെടികളൊക്കെ ഉണ്ട്. മഞ്ഞ് വീഴുന്ന സമയത്തെടുത്ത സ്റ്റിൽ ഫോട്ടോയാണത്. പിന്നെ ഈ മഞ്ഞുകാലമാകുമ്പോൾ മിക്കവാറും എല്ലാ മരങ്ങളുടെയും ഇലകളൊക്കെ കൊഴിഞ്ഞു പോകും. ചില മരങ്ങൾക്ക് മാത്രമേ ഇലകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇലകൾ കൊഴിഞ്ഞതിന് ശേഷം പിന്നെ മഞ്ഞ് വീണിട്ട് ആ മരം ഇങ്ങനെ മൊത്തം മഞ്ഞ് മൂടി നിൽക്കുന്നൊരു കാഴ്ചയുണ്ട്. അത് ഭയങ്കര, അത് കണ്ടില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് അവിടെയൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ ഉണ്ട്, മൊത്തം മഞ്ഞ് മൂടി നിൽക്കുകയാണ്. ഒറ്റ ഇലയില്ല ആ വലിയ മരത്തിലൊന്നും. ഈ ഒരു മരമല്ലാത്ത മറ്റുള്ള മരങ്ങളിൽ, ചില മരങ്ങൾക്കല്ലാത്ത ബാക്കിയുള്ള മരങ്ങൾക്കൊന്നും ഇലകളില്ല. അതുമ്പോൾ മൊത്തം മഞ്ഞ് മൂടി ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസമാണ്.